ക്ലാസ് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ, ഒളിഫീൻ മെറ്റാതെസിസ്. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ടു ഒളിഫീൻസ്. പല ടൈപ്പ് റിയാക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. സെൽഫ് മെറ്റാതെസിസ്, ക്രോസ് മെറ്റാതെസിസ്. സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ രണ്ട് മോളിക്യൂൾ, ക്രോസിന് ഡിഫറെൻറ്റ് മോളിക്യൂൾ. റിംഗ് ഓപ്പണിംഗ് മെറ്റാതെസിസ്, റിംഗ് ക്ലോസിംഗ് മെറ്റാതെസിസ് ആൻഡ് റിംഗ് ഓപ്പണിംഗ് മെറ്റാതെസിസ് പോളിമറൈസേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് സെൽഫ് മെറ്റാതെസിസ്, ക്രോസ് മെറ്റാതെസിസ്, റിംഗ് ഓപ്പണിംഗ് മെറ്റാതെസിസ്, റിംഗ് ക്ലോസിംഗ് മെറ്റാതെസിസ് ആൻഡ് റിംഗ് ഓപ്പണിംഗ് മെറ്റാതെസിസ് പോളി. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ മെക്കാനിസം നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഈസ് അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ പേര് ശ്രദ്ധിക്കാം, Chauvin mechanism proposed by the scientist Chauvin, who was one among the three who shared the Nobel Prize in chemistry for 2005. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മെക്കാനിസം ശ്രദ്ധിക്കാം. അതിൻ്റെ രണ്ട് ഡിഫറെന്റ് ഒരുപാട് ടൈപ്പ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് കാറ്റലിസ്റ്റ് ആണ്. ഒന്ന് ഗ്രബ്സ് കാറ്റലിസ്റ്റ്, ഗ്രബ്സ് കാറ്റലിസ്റ്റ് ആൻഡ് മറ്റേത് ഷ്രോബ്സ് കാറ്റലിസ്റ്റ്. അതിന്റെ ഓരോ പ്രോട്ടോടൈപ്പ് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കുക. മെക്കാനിസം നമുക്കറിയാം, ത്രൂ ദ ഫോർമേഷൻ ഓഫ് എ മെറ്റൽ ഓഫ് സൈക്ലോബ്യൂട്ടേൻ. And also understand that in usual polymerization അല്ല, എന്താണ് metathesis reaction, all the possible products are formed in equilibrium. Depending on the nature of the molecules, we can say that all the possible products are formed. So, this is a very simple question. For example, what is the reaction between 1-butene and 2-pentene? 1-butene ഉം 2-pentene കൂടി റിയാക്ട് ചെയ്താൽ ഏതൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാവും? By olefin metathesis reaction, if 1-butene and 2-pentene undergoes a metathesis reaction, what are the products formed? What are the possible products formed? You can see that you first draw the structure. 1-butene, CH3, CH2, CH2, CH2. 1-pentene ആയി പേര് ഇത്രണ്ട 1-butene and 2-pentene, CH3, CH2, CH3. ഇതിലിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഒരേപോലത്തെ രണ്ട് ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഇത് രണ്ടും ഒരുപോലത്തെയാണ്. പിന്നെയോ ഇതുണ്ട് 3 ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഈ 3 ഫ്രാഗ്മെന്റ്സ് വ്യത്യസ്ത രീതിയിൽ കമ്പൈൻ ചെയ്യും. അതൊക്കെ ഇതും കമ്പൈൻ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് എന്താ കിട്ടുക? റിയാക്ടന്റ് തന്നെ കിട്ടുക. ഇതും കമ്പൈൻ ചെയ്യും. അപ്പൊ എന്താ കിട്ടുക? CH3, CH2, CH, വീണ്ടും CH, CH2, CH3. പിന്നെയോ ഇതും കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഇത് തന്നെയായിരിക്കും. പിന്നെ എന്താണ് ഇതും കമ്പൈൻ ചെയ്യാം. CH3, CH, ഡബിൾ ബോണ്ട് CH, CH3. ഈ രണ്ട് പ്രോഡക്ട്സ് മാത്രമേ ഇത് കിട്ടൂ. കാരണം എന്താണ്, ബാക്കി ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഡക്റ്റ് ഒക്കെ ഇതിലുള്ള തന്നെയാണ്. വേറെ സാധനം കിട്ടുക, ഇത് രണ്ടും കിട്ടുക. എന്താ കിട്ടുക? ശ്രദ്ധിക്കുക, ഈ പ്രോഡക്റ്റ് കിട്ടുക CH3, CH, ഡബിൾ ബോണ്ട് CH2. ഇങ്ങനെ പ്രോഡക്റ്റ് കിട്ടും. ശരിക്കും പറഞ്ഞാല് ഇത് പുതിയത്, ഇത് പഴയത്. So if these two molecules, that is a 1-butene and 2-pentene undergoes a cross metathesis or simply metathesis, you can say that the equilibrium mixture of the product will contain 1, 2, 3, 4, 5 different olefins. ഇതിന്റെ പേരൊന്നും പറഞ്ഞ സമയങ്ങളുണ്ട് ആവശ്യമില്ല. ഇത് പ്രൊപ്പീൻ ആണ്, ഇതെന്താണ്, ഇത് 3-hexene ആണ്, ഇതെന്താണ്, ഇത് 2-butene ആണ്. ബാക്കി രണ്ടും നമ്മൾ നേരത്തെ റിയാക്ഷൻസ് ആണ്. അപ്പോഴേ മനസ്സിലായില്ലേ? പോസിബിൾ ആയി വെറുതെ ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് രണ്ടും 4 ഒരുപാട് പാട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇത് 4, സപ്പോസ് യു ഹാവ് R1, R2, R3, R4. ഇങ്ങനെ വന്നു കഴിഞ്ഞാല് സാറിന് ഇങ്ങനെ എഴുതൂല. ശ്രദ്ധിക്കുക, ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതുക. R1, R2, R3, R4.
കാരണം ഇവിടെ ഒരു കാർബൺ ആറ്റം വേറെ. So we can see that if two such olefins undergoes metathesis reactions, you can see that a large number of products will be formed. R1 R1 will be formed, R2 R2 will be formed, R3 R3 will be formed, R4 R4 will be formed. Then R1 R3 will be formed, R1 R4 എത്രയാണ് നോക്കിയേ, R1 R1 എന്നുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്, R2 R2 എന്നുള്ള വേറെ കോമ്പൗണ്ട് ഉണ്ട്, R3 R3 എന്നുള്ള വേറെ കോമ്പൗണ്ട് ഉണ്ട്, R4 R4 എന്നുള്ള വേറെ കോമ്പൗണ്ട് ഉണ്ട്. അതൊക്കെ അതിൻ്റെതായ സെൽഫ് മെത്തസിസിൽ ഉണ്ടാകുന്നുണ്ട്. അതിന് പുറമെ എന്തുണ്ടാവും, R1 R3 R1 R4 അത് കിട്ടും. പിന്നെന്താണ് R2 R3 ആൻഡ് R2 R4. Okay, 1 2 3 4 5 6 7 8 there are 8 different products formed out of this. So the reaction mixture after the reaction will contain 10 different olefins. ഈ 8 ഉണ്ടായി 2 കാണും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്ക് ഓർത്തായിട്ട് അതിനെപ്പറ്റി. ഇനി നമ്മൾ ആ സെക്ഷന്റെ ഒരു ഭാഗം അവസാനം, അതായത് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് ഹോമോജീനിയസ് കാറ്റാലിസിസ് ആയി. That is, the catalyst and the reactants are in the same phase or in solution. And you can see that you have to go into the next type, that is a heterogeneous catalysis. Heterogeneous catalysis by organometallic. Adil parana avashyamilla. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ പഠിച്ചു. ബാക്കർ പ്രോസസ്സ്, മോൺസാന്റോ പ്രോസസ്സ്, കാറ്റൈവ പ്രോസസ്സ്, ഓൾഫിൻ മെറ്റാലിസിസ്, പിന്നെ ഹൈഡ്രോ ഫോർമുലേഷൻ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ ഏത് ക്ലാസ്സിൽ വരുന്നതാണ് ശ്രദ്ധിക്കുക, ഹോമോജീനിയസ് കാറ്റാലിസിന്റെ ക്ലാസ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഈ സെക്ഷനിൽ, അതായത് ഹെട്രോജീനിയസ് കാറ്റാലിസിസ്, അണ്ടർ ദിസ് സെക്ഷൻ വി ഹാവ് ടു സ്റ്റഡി 3 different reactions. Okay, out of which the first one is very familiar to you, that is the Ziegler-Natta catalyst. So usually in heterogeneous catalysis the catalyst is in the solid phase and the reaction takes place at the solid surface. അപ്പോൾ മറ്റേ റിയാക്ഷൻ പോലെ അത്ര എളുപ്പമല്ല ഇതിന്റെ മെക്കാനിക്സ് ഒക്കെ ഫോളോ ചെയ്യാൻ. It is somewhat difficult to follow the reaction because this takes place at the surface. So peculiar reaction takes place at the surface, and you don't worry, we have to look into the 3 different reactions, out of which the first one is the Ziegler-Natta polymerization. Ziegler-Natta polymerization നമ്മൾ നേരത്തെ കേട്ടു, നമ്മൾ നേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. That is the polymerization of olefins, especially terminal olefins, to form polymeric products. And the catalyst used is called a Ziegler-Natta catalyst. The catalyst, അതിലും പല ടൈപ്പ് polymerization നമ്മൾ ഒരെണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ. You only look into the most important one, that is a mixture of titanium tetrachloride and trialkyl aluminum or triethyl aluminum. Ziegler-Natta polymerization ഒരുപാട് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, that is the mixture of titanium tetrachloride and triethyl. Trialkyl aluminum കുഴപ്പമില്ല, triethyl aluminum കൂടുതൽ ഉപയോഗിക്കുക. And this was again a very important reaction, and for this Ziegler and Natta were awarded the 1963 Nobel Prize in Chemistry. 1963 നോബൽ പ്രൈസ് കിട്ടിയതാണ്. ഇവർ 2 ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തതാണ്, 2 ഒന്നും ചെയ്യുന്നൊന്നുമല്ല, ഇൻഡിപെൻഡന്റ് ആണ്. Ziegler 2 രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്, Ziegler Natta. ഓക്കെ, എന്താണ് റിയാക്ഷൻ? ദാറ്റ് ഈസ് ദ പോളിമറൈസേഷൻ ഓഫ് olefins. നമുക്കറിയാം പോളിമേഴ്സിനെ പറ്റി നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. And of which the olefin polymerization is an important class. You can see the large number of compounds with this type of polymerization leading to the formation of a polymer structure. ഈ ടൈപ്പിൽ നമുക്ക് ഇഷ്ടം പോലെ പോളിമേഴ്സ് ഉണ്ട്. olefin polymers ജനറലായിട്ട് പറയുകയാണെ എന്തൊക്കെയുള്ളത്, നമുക്ക് ഇവിടെ H വന്നാൽ അതെന്തായി, പോളിത്തീനായി. ശ്രദ്ധിക്കുക,
ആറിന്റെ സ്ഥാനത്ത് എച്ച് വന്നപ്പോഴത്തിനായി, ആറിന്റെ സ്ഥാനത്ത് C6H5 വന്നാൽ അതെന്തായി? പോളിസ്റ്റൈറീനായി. ആറിന്റെ സ്ഥാനത്ത് CH3 വന്നാൽ അത് പോളിപ്രോപ്പിലീനായി. ആറിന്റെ സ്ഥാനത്ത് Cl വന്നാൽ അത് PVC ആയി. ശ്രദ്ധിക്കാം, ആറിന്റെ സ്ഥാനത്ത് Cl വന്നാൽ അത് പോളി അക്രിലോ നൈട്രൈ ഓർ പോളി വിനൈൽ സയനൈഡ് ആയി. ഇങ്ങനെ ഇഷ്ടം പോലെ കോമ്പൗണ്ട്സ് ഉണ്ട് വിത്ത് ദിസ് ജനറൽ സ്ട്രക്ചർ. That is it is actually a long carbon chain on which alternatively we have an R group or maybe different. നമ്മുടെ സംബന്ധിച്ച പ്രശ്നം അതൊന്നുമല്ല. നമ്മുടെ പ്രശ്നം വളരെ സിമ്പിൾ ആണ്. We say that and what is the importance or what is the peculiarity or the advantage of this type of polymerization? സാധാരണഗതിയിൽ polymerization reaction, free radical polymerization ഒക്കെ ആണെങ്കിൽ ഉണ്ടാവുന്ന മോളിക്യൂളിന്റെ സ്റ്റീരിയോ റെഗുലാരിറ്റി, സ്റ്റീരിയോ റെഗുലർ polymers are not formed by free radical polymerization, but here by the Ziegler-Natta polymerization we get a stereo regular polymers. ഇവ നിങ്ങൾക്ക് പരിചയമുണ്ടാവും, സ്റ്റീരിയോ റെഗുലർ ടാക്ടിസിറ്റി ഓഫ് polymers. ടാക്ടിസിറ്റി എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടാക്ടിസിറ്റി ഈസ് ദി നേരത്തെ പറഞ്ഞ CH2 CHR. ഇതാണ് റിപ്പീറ്റിംഗ് യൂണിറ്റ് വരുന്നത്. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ CH2 CHR CH2 CHR ഇങ്ങനെ വരാം. അല്ലെങ്കിലോ CH2 CHR CH2 CHR CH2 CHR CH2 CHR മനസ്സിലല്ല, ഇങ്ങനെ വരാം. അല്ലെങ്കിലോ CH2 CHR CH2 CHR CH2 CHR CH2 CHR CH2 CHR CH2 CHR. വ്യത്യാസം വളരെ ക്ലിയർ ആണ്. You can see that here all the R groups lie on the same side of the chain. ഇതിന് ഒരേ ഡയറക്ഷൻ എല്ലാം വരുന്നത്. ക്രിസ്റ്റലൈൻ പോളിമർ ചെയിനിലെ എല്ലാ R ഗ്രൂപ്പുകളും ഒരേ ഡയറക്ഷനിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. That is called a isotactic. ഇത് നമ്മൾ നേരത്തെ പഠിക്കുകയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Isotactic polymers. ഇവിടെയാങ്കിലോ, ഇവിടെയാങ്കിൽ ഒന്ന് ലെഫ്റ്റ് റൈറ്റ് വളരെ കൃത്യം ഓൾട്ടർനേറ്റിംഗ് ആണ്. So that is called a syntactic. And this one with no arrangement at all. അങ്ങോട്ട് റാൻഡം അറേഞ്ച്മെന്റ്, രണ്ടിനും ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് വീണ്ടും മൂന്ന് ഇങ്ങോട്ട് രണ്ട് ഇങ്ങോട്ട് യാതൊരു വിധത്തിലുള്ള അറേഞ്ച്മെന്റും റെഗുലാരിറ്റി ഇല്ലെങ്കിൽ that is called a tactic. അപ്പോൾ ടാക്ടിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ടാക്ടിസിറ്റി മൂന്ന് ടൈപ്പ് ഉണ്ട്. ഐസോടാക്ടിക്, സിന്റിയോടാക്ടിക് ആൻഡ് നമ്മൾ നേരത്തെ പഠിച്ചാണ് അടാക്ടിക്. ആൻഡ് ദീസ് ടു ആർ കോൾഡ് എ സ്റ്റീരിയോ റെഗുലർ പോളിമേഴ്സ്. റെഗുലർ ആണ്. ഇപ്പൊ പ്രഡിക്റ്റ് അടുത്ത ഗ്രൂപ്പ് എങ്ങോട്ടാന്ന് നമുക്ക് കൃത്യമായിട്ട് മറ്റേതാ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ ഇതിന്റെ വ്യത്യാസം ഉണ്ടാവുക? ഇതിന്റെ വ്യത്യാസം പോളിമറിന്റെ പ്രോപ്പർട്ടീസ് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അതിന്റെ വർക്കബിലിറ്റി, അതിന്റെ ടഫ്നെസ്, അതിന്റെ യൂസബിലിറ്റി എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. ദീസ് ആർ മോർ quality. The quality of the isotactic and syntactic polymers are of high quality, better usability, better workability ഒക്കെ ഉള്ള സാധനമാണ് ഈ stereo regular polymers, whereas these type of attractive polymers have a poor polymer qualities. അപ്പോൾ ഇത് poor ആണ്, ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. isotactic and syntactic. ഇതിൽ തന്നെ വേണമെങ്കിൽ നമ്മൾ നമുക്കറിയാം ഈ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ് CH2 CHR ആയതുകൊണ്ട് തന്നെ അടുത്ത് ചിലപ്പോ ഈ CH2 ഇങ്ങനെയും വരാം, രണ്ടാറും അടുത്ത് വരികയില്ല. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, വളരെ കുറവാണെങ്കിൽ. ഇതൊക്കെ ഇറഗുലർ ആണ്. അതിനനുസരിച്ച് പോളിമർ പ്രോപ്പർട്ടീസിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. And the advantage of using Ziegler-Natta catalyst are Ziegler-Natta catalyst always produces stereo regular polymers which have of a superior quality polymers are formed by this process.
ആൻഡ് ഓൾസോ സ്ട്രേറ്റ് ചെയിൻ ബ്രാഞ്ചിങ് ഉണ്ടാവില്ല. പോളിത്തീൻ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ റാഡിക്കൽ പോളിമറൈസിനൊക്കെ ബ്രാഞ്ചിങ് വരാം. ബ്രാഞ്ചിങ് വന്നാൽ അതിന്റെ ക്വാളിറ്റി കുറവായിരിക്കും. നേരെ സ്ട്രേറ്റ് ചെയിൻ പോളിമറൈസ് ക്രിസ്റ്റലൈനിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, വർക്കബിലിറ്റി, ടഫ്നെസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും ഇതിന് റെഗുലർ ആയിട്ടുള്ള സീറോ റെഗുലർ പോളിമേഴ്സ്. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് the polymerization using Ziegler-Natta catalyst in which stereo regular polymers are formed, which are of superior polymer qualities compared to polymers produced by other methods. Okay. And one of the again most important catalyst used is the mixture of titanium tetrachloride and triethyl aluminum. അധികം ഡീറ്റെയിൽസിലൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. Titanium tetrachloride is a liquid. Triethyl aluminum is again a liquid, but you can need to combine together. You can get a solid product which is used. ഒരു ബ്രൗൺ നിറത്തില്ല, ഒരു സോളിഡ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് പ്രിപ്പറേഷനിൽ കിട്ടുന്ന Ziegler-Natta catalyst ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു സോളിഡ് പ്രോഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് titanium tetrachloride and aluminum triethyl which react together to form a certain compound. It is something like a polymeric titanium trichloride. Of course, incorporating certain ethyl groups derived from triethyl aluminum, and you can see that the actual reaction site on Ziegler-Natta catalyst is a coordinatively unsaturated titanium site on the surface of the salt catalyst ആണ്. അതിന്റെ സർഫസിലുള്ള coordinatively unsaturated titanium sites, which are the active sites of reaction that takes place on Ziegler-Natta catalyst. It is on this point, this site in which the molecules the olefins polymerize together. Ethene oil, propene oil, okay, it undergoes a peculiar type of reaction that it takes place on the titanium. This titanium is coordinatively unsaturated titanium. See, the surface we have titanium is there, and we have 1, 2, 3, 4, 5, 6 coordinates, right? Solid TaCl3 ഇതെല്ലാം Cl ആയിരിക്കും. Cl, 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 Cl. ക്ലോറൈഡ് ഇടുന്ന വരുന്നത് ചിന്തിക്കരുത്. ക്ലോറൈഡ് മേ ബി ഷെയർഡ് വിത്ത് അതർ ടൈറ്റാനിയം ഓൾസോ. നമുക്കറിയാം അങ്ങനത്തെ അറിയില്ലേ? ഓക്കെ. And you can see sodium chloride നമുക്കറിയാം. sodium chloride the sodium is surrounded by 6 chloride ions on the crystals. അല്ലേ? ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഒരു സോഡിയത്തിന് ചുറ്റും 6 ക്ലോറൈഡ് ഉണ്ട്, ഒരു ക്ലോറൈഡിന് ചുറ്റും 6 സോഡിയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ number of TiCl3 polymeric TiCl3 will be have something like this, and some of this Cl may be replaced by a ethyl group or a CH2CH3 group. And of course on the surface, of course there will be some vacant coordinatively unsaturated എന്ന് പറഞ്ഞാൽ vacant. This is a vacant coordination site. അപ്പോൾ ഒരു Ziegler-Natta catalystന്റെ സർഫസിലുള്ള ഒരു സ്ട്രക്ചർ വരച്ചിരിക്കുന്നത്. Titanium surrounded by certain number of chloride ions, of course one ethyl group and a vacant site. ഇങ്ങനെയുള്ള ഇതെന്താണ്? This is a coordinatively unsaturated titanium site. And when this polymerase say suppose it is a propane CH3 നമുക്ക് ചുരുക്കിയിട്ട് വേണമെങ്കിൽ Me എന്ത് ചെയ്താൽ CH2. This is propane. So the mechanism of the reaction, ഇതിനെ ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്, and it is not clearly understood, but it is seen that the most probable mechanism or most widely accepted mechanism is the നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. Cauchy proposed by two scientists, Cauchy and Allman. Cauchy-Allman mechanism. നേരത്തെ മെക്കാനിക്സിലെ ഷോവിൻ മെക്കാനിസം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മെക്കാനിസം പറയുന്ന പേര്
Cauchy-Allman mechanism. നമ്മൾ പറയാൻ പോകുന്ന മെക്കാനിസം അതാണ്. that is a reaction that is taking place on the surface of the Ziegler-Natta catalyst which has a structure like this. Okay, the environment around this titanium is such that it is surrounded by 4 chloride ions, 1 ethyl group and a vacant site which is present at the ഉള്ളിലൊന്നും അതുണ്ടാവില്ല. കാരണം എന്താണ്, ഉള്ളിലെല്ലാം ക്ലോറൈഡ് ഫുള്ളായിട്ടുണ്ട്, പുറത്താകും ക്ലോറൈഡ്. നമുക്കറിയാം ഇതിൻ്റെ ഉള്ളില് നമുക്ക് സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ സോഡിയം ക്ലോറൈഡ്, ഇവിടെ ക്ലോറൈഡ്, ഇവിടെ ക്ലോറൈഡ്, ഇവിടെ ക്ലോറൈഡ്, ഇവിടെ ക്ലോറൈഡ് ഉണ്ടാവും. സോഡിയം ഈ സർഫസിലാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി കോർഡിനേറ്റീവ്ലി അൺസാച്ചുറേറ്റഡ്. ശരിയല്ലേ? അതേപോലെ ഏകദേശം ഇവിടെ വരുന്ന സർഫസിലുള്ള വേക്കന്റ് സൈറ്റുകൾ ഉണ്ടാവും. ഈ സൈറ്റുകളിലാണ് റിയാക്ഷൻ നടക്കുന്നത്. എന്ത് റിയാക്ഷൻ നടക്കുന്നത്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് as per the Cauchy-Allman mechanism, first step is the coordination of since this is a vacant coordinate site, this site can be filled when it comes into contact with say an olefin, because an olefin is a good ligand and it can coordinate with the metal making use of its pi bond. നമുക്ക് വളരെ പരിചിതമാണ് പൈ ബോണ്ട് ഉപയോഗിച്ചിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ എന്തായി മാറും? ടി ആയി. ഇതും 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 ഇവിടെ എന്താണുള്ളത്? CH2 CH3 ഉണ്ട്. ഇവിടെ എന്തായി മാറും? This CH2 CHR gets coordinated like this on this particular point. നേരത്തെ പറഞ്ഞ unsaturated site ഇത് കോർഡിനേറ്റ് ചെയ്യുന്നു. First step. Then what happens? Then a 1-2 insertion reaction, migratory insertion between the ethyl group and this one. Okay, അപ്പോൾ ഇത് സംഭവിക്കുന്നു. ശ്രദ്ധിക്കുക. This gets converted into this one with a new again ഇത് ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടും. 1-2 insertion നമുക്കറിയാം. CH2 CHR get inserted like this. Between this titanium and ethyl, ഈ ഗ്രൂപ്പിന്റെ ഇവിടെയുള്ള ഈ സ്ഥലത്താണ് ഈ സാധനം ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ തന്നെ മെക്കാനിസം കണ്ടിട്ടുണ്ട്. that takes place via the 1-2 insertion and this compound is formed. Okay, resulting in the creation of a vacant site. അപ്പോൾ വീണ്ടും ഇവിടെ vacant site ആയി സംഭവിക്കുന്നു. അവിടെ വീണ്ടും ഒരു പുതിയ ഇതിലൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് പോകുന്ന ചോദിച്ചാൽ നമുക്ക് ചില ബുക്കിൽ ഇങ്ങനെ എന്താണ് കുഴപ്പമില്ല. ഇത് ഇങ്ങോട്ട് പോയാലും ഇവിടെ വേക്കൻറ്റ് സൈറ്റ് വരും, അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് വന്നാൽ വേക്കൻറ്റ് സൈറ്റ് ഇവിടെ വരും. ദാറ്റ്സ് ഓൾ, നോ പ്രോബ്ലം. ആൻഡ് യു കൻ സീ ദാറ്റ് the newly created vacant site coordinates a fresh molecule of a propene, and we get a EI. CH2 CHR CH2 CH3 with a S or CH2. ആ വേക്കൻറ്റ് സൈറ്റിലെ ഒരു പുതിയ ഒളിഫീൻ കോർഡിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ദി സെയിം തിങ് ഹാപ്പൻസ്. 1-2 ഇൻസേർഷൻ ബിറ്റ്വീൻ ദ ന്യൂ ആൽക്കീൻ. ഇപ്പൊ നേരത്തെ ഇത് ഈഥൈൽ ഗ്രൂപ്പ് ആയിരുന്നു, ഇപ്പോൾ ഇത് വലിയ ഗ്രൂപ്പായി മാറി. വീണ്ടും ഇതിന്റെ അടുത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. ആൻഡ് വി ഗെറ്റ് TI with a vacant site. ഇതോടെ പോയി ഇങ്ങോട്ട് പോയി. ഇവിടെ എന്തായി? CH2 CHR CH2 CHR CH2 CHR ഇവിടെ ഉണ്ട്. ഈ CH2 CHR ഇങ്ങോട്ട് വന്ന് CH2 CH3 ഇത് ഏതാ സ്ഥലമല്ല. CH2 CH3. We can see that the chain grows one by one. So first 2 repeating steps
First is the coordination of the olefin, second one is the migration insertion or a 1,2 insertion, creating a new vacant site in which a new propyl molecule is coordinated, which again undergoes an insertion reaction. This goes on alternating. First migration, then coordination, again migration, then coordination again. Each coordinated molecule, coordinated olefin molecule gets migrated between the titanium and the alkyl group. The chain grows. ഇതിങ്ങനെ വളർന്നു വളർന്നു അടുത്ത് വരുമ്പോൾ അടുത്ത മോളിക്യൂളുകൾ കോർഡിനേറ്റ് അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ പതുക്കെ വളർന്നു വളർന്നു വരും. പറഞ്ഞ മനസ്സിലായില്ലേ? That is how and പിന്നീട് പോവുക അവസാനം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വരുമ്പോൾ that is a beta hydrogen elimination. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. That is a beta hydrogen elimination results in the release of this molecule from the titanium site. ഈ സൈറ്റിൽ നിന്ന് പുറത്തേക്ക് പോകും. ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ നടത്തിയിട്ട് പറഞ്ഞ ഓർമ്മയുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബീറ്റ ദാറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് എ 1,2 insertion. Beta hydrogen elimination and the chain gets released from the titanium or the catalyst surface in the released down. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതേപോലെ ഒരുപാട് വേക്കന്റ് സൈറ്റുകൾ അതിന്റെ കാറ്റലിസ്റ്റിന്റെ സർഫസിലുണ്ട്. മനസ്സിലായില്ലേ? ആൻഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്, of course not all, but in many of such sites, so that the reaction is very fast. കാരണം ഇതൊരു സൈറ്റിലല്ല, ഇതേപോലെ ആ സർഫസിൽ there will be lot of vacant sites, coordinatively unsaturated titanium sites, and at each site the reaction takes place. Not at each, in many, of course, എല്ലാത്തിലും നടക്കണമെന്നില്ല, in many of the sites. And the product formation always CH2CHR ഒരിക്കൽ തിരിഞ്ഞു വരുമല്ലോ. ഒന്നാമത്തെ കാര്യം എന്താണ്? Because of the orientation of, നമുക്കറിയാം, കാണിച്ചു തരാം. Titanium CH2 CHR CH2 CH3. നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇങ്ങനെ ഉണ്ടാവും. See, ഈ ആറിന്റെ ഡയറക്ഷൻ എപ്പോഴും ബിക്കോസ് ഓഫ് ദി സ്റ്റെറിക് strain, this R will be always directed away from the ഇതിൽ നേരെ പുറത്തേക്ക്, ഒരിക്കലും ആർ ഇങ്ങോട്ടേക്ക് വരില്ല. പറഞ്ഞ മനസ്സിലാണ് നിങ്ങൾക്ക്? ഇത് നമ്മൾ 1,2 insertion, this is the transition state of the 1,2 insertion, that is CH2CHR going to CH2CH3. ഇതിന്റെ ഇടയ്ക്കേക്ക് ഇത് ഇങ്ങോട്ട് വരുന്നതിന് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇതാ, ഇത് പതുക്കെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മുറിയുമ്പോൾ ഇത് ഫുള്ളാവും, ഇത് മുറിയുമ്പോൾ ഇത് ഫുള്ളാവും. അങ്ങനെയൊക്കെയാണ് അത് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? വേക്കൻസി വന്നു. പറയുന്ന മനസ്സിലാണ് നിങ്ങൾക്ക്? So we can see that this R, ഒന്നാമത്തെ കാര്യം CH2CHR കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ടൈറ്റാനിയത്തിൽ CH2 മാത്രമേ കോർഡിനേറ്റ് ചെയ്യൂ, ഒരിക്കലും CHR കോർഡിനേറ്റ് ചെയ്യില്ല. മനസ്സിലായില്ലേ? Clear? And also we can see that the CHR will be always directed away due to steric. R is a bulky group, whereas this H is small. അപ്പോൾ ആ ഡയറക്ഷൻ എപ്പോഴും ഒരു ഭാഗത്തേക്ക് തന്നെയാണ് വരും. Always in one direction. That is why it produces isotactic polymers. Isotactic polymers are propene polymerization. The polymerization of propene by Ziegler-Natta process always produces isotactic polymer, because isotactic polypropene, it is the most high quality polypropene because of this phenomenon. That is the steric strain. അവിടുത്തെ ക്ലോറൈഡ് ഉണ്ട്, നമുക്ക് എവിടെ ക്ലോറൈഡ് ഉണ്ട്, അപ്പോൾ സ്റ്റെറിക്കലി ഹിൻഡഡ് ആണ്. പാർന്നുള്ള ഗ്രൂപ്പിൽ ഒരിക്കലും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല. R is always directed away from titanium. It is always directed in a particular direction, so that as the polymerization proceeds, all the R groups will be as arranged on the particular side of that chain, never in the opposite direction. ഇത് ഇങ്ങോട്ട് വരും ഒരിക്കലും. അതുകൊണ്ടാണ് എപ്പോഴും ഇതിന് ഐസോടാക്റ്റിക് പോളിമേഴ്സ് നമുക്ക് കിട്ടുന്നത്. പറഞ്ഞ ക്ലിയർ ആയോ? That is why isotactic polymers are produced in Ziegler-Natta polymerization. That's very important. Why isotactic polymers? What is the quality or what is the advantage of getting isotactic polymers? Isotactic polymers are more crystalline. This straight, no branching is
പോസിബിൾ. ഓൾവേസ് വി ഗെറ്റ് സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സ്. ചെയിൻ ലെങ്ത് കൂടുതലായിരിക്കും, ചെയിൻ ബ്രാഞ്ച് ചെയ്യില്ല. ആൻഡ് സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സ് ഓൾവേസ് ഓഫ് ഹൈ ക്വാളിറ്റി കമ്പയർഡ് ടു വിത്ത് ബ്രാഞ്ചഡ് ചെയിൻ പോളിമേഴ്സ്. അപ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സ് ആണ് കിട്ടുക.